കന്നി അംഗത്തിനിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും ബിജെപിയും നേർക്കുനേർ നിന്നപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ഈ ഫലം ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ബിജെപിക്കും കോൺഗ്രസിനും അപ്പുറം ബദൽ തേടുന്നവർക്കുള്ള പ്രത്യാശ കൂടിയായി എ.എ.പിയുടെ മുന്നേറ്റം. അണ്ണാ ഹസാരെയുടെ ജനലോക്പാലിനായുള്ള സമരങ്ങളിൽ നിന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ഉദയം. രാജ്യത്തെ ഞെട്ടിച്ച ഡൽഹി കൂട്ടബലാത്സംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കെജ്രിവാളും സംഘവും വീണ്ടും യുവാക്കൾക്കൊപ്പം തെരുവിലിറങ്ങി. യു.പി.എ സർക്കാരിന്റെ അഴിമതികൾ, വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങളിലും ജനാഭിലാഷത്തോടൊപ്പം മുന്നേറാൻ അവർക്ക് കഴിഞ്ഞു. വെറുമൊരു മധ്യവർഗ കൂട്ടായ്മയായി ആം ആദ്മി പാർട്ടിയെ ചിലരെങ്കിലും കുറച്ചു കണ്ടു. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ ഇടത്തരക്കാരിലും ചേരികളിലും ഒരുപോലെ മുന്നേറാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കർമ്മശേഷിയും പ്രതിച്ഛായയും അനുഭവ സമ്പത്തും കരുത്തായുള്ള ഷീലാ ദീക്ഷിതിനെ തറപ്പറ്റിച്ചപ്പോൾ കെജ്രിവാളിന്റെ വിജയത്തിന് തിളക്കമേറി. ഒപ്പം കോൺഗ്രസിന് താങ്ങാനാവാത്ത പരാജയവും. दिल्ली में जिस तरह से कांग्रेस और बीजेपी दोनों ने, एक ने दिल्ली सरकार में और एक ने नगर निगम में जिस तरह की राजनीति की है, उसका जवाब दिल्ली की जनता दे रही है. और दिल्ली की जनता के फैसले को हम चमत्कार के रूप में नहीं बल्कि उसके गुस्से के रूप में देखेंगे. അഴിമതിക്കെതിരായി ചൂലുകളേന്തി തെരുവുകൾ കീഴടക്കിയ എ.എ.പി ഡൽഹിയുടെ ചരിത്രം മാറ്റിയെഴുതുകയായിരുന്നു. വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിനിറങ്ങിയ എ.എ.പി പ്രവർത്തകരുടെ ആവേശം ഇന്ന് രാവിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലും വിജയാഹ്ലാദത്തിലും ദൃശ്യമായിരുന്നു. കന്നി അംഗക്കാർ വൻമുന്നേറ്റം നടത്തിയ അനുഭവം രാജ്യത്ത് പുതുമയല്ല. 1983 ആന്ധ്രയിൽ ടി.ഡി.പി 202 സീറ്റ് നേടി കന്നി അംഗത്തിൽ കരുത്തുകാട്ടി. അസമിൽ എ.ജി.പി 67 സീറ്റുകളാണ് നേടിയത്. ബി.എസ്.പി രൂപീകൃതമായ ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകളാണ് യു.പിയിൽ അവർ നേടിയത്. ആന്ധ്രയിൽ പ്രജാരാജ്യം പാർട്ടി 18 സീറ്റുകൾ നേടിയപ്പോൾ തമിഴ്നാട്ടിൽ DMDK 2006 1 സീറ്റിൽ ഒതുങ്ങി. ന്യൂസ് ഡെസ്ക് മീഡിയ 1.